എൻ്റെ പേര് അവിനാഷ്, ഇത് അഖിൽ ഷാജി, ഇത് പോൾ മാത്യു. ഞങ്ങളെല്ലാവരും തേർഡ് ഇയേഴ്സ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഷാജി പറയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്ക്യൂ റോബോട്ടാണ്. റെസ്ക്യൂ റോബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഡയലാപ്പിഡേറ്റഡ് ഏരിയ ചെല്ലുമ്പോൾ, അതായത് ടോട്ടലി നശിക്കുന്ന ഒരു ഏരിയ ചെല്ലുമ്പോൾ ഒരു മനുഷ്യരെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി വിടുന്നതിന് മുമ്പ് ഒരു പൈലറ്റഡ് ആക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഞങ്ങൾ മെയിനായിട്ടും ഒരു ഗ്യാസ് സെൻസർ, ഒരു അൾട്രാസോണിക് സെൻസർ, ഒരു ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ടുണ്ട്. ഈ അൾട്രാസോണിക് സെൻസറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തൊട്ടടുത്തുള്ള ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് വെച്ചാൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് 360 ഡിഗ്രി കറങ്ങാനും പറ്റും. അപ്പോൾ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. മൊത്തം ഏരിയയുടെ മാപ്പിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചെയ്തേക്കുന്ന സർക്യൂട്ടിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അടുത്ത ലാപ്പിൽ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ ഒരു ഗ്യാസ് സെൻസർ വെച്ചിട്ടുണ്ട്. ഗ്യാസ് സെൻസറിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷകരമായ പിന്നെ ഗ്യാസുകൾ, അതായത് ഇപ്പം ഹൈഡ്രോ കാർബൺസ് ആയാലും നമുക്ക് സഫക്കേഷൻ ഉണ്ടാക്കുന്ന എന്ത് സാധനം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. ടെമ്പറേച്ചർ സെൻസർ ഞങ്ങൾ കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഏരിയ ടെമ്പറേച്ചർ മാപ്പ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഒരാളുടെ അവിടെ കിടക്കുന്ന ഒരാളുടെ ടെമ്പറേച്ചർ എത്ര, അത് വെച്ച് നമുക്ക് ഒരാളുടെ ജീവനുള്ള ആളാണോ അത് മരിച്ച ഒരാളാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതുപോലെ തന്നെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ മോഡാണ്, സിംഗിൾ വേർഡ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ സിസ്റ്റം നമുക്ക് വേറെ ഏത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിട്ട് നമുക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾക്ക് പ്രചോദനം തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിൽ നടന്ന എർത്ത് ക്വേക്ക് ടൈമിൽ ഒരു സിസ്റ്റം അവർ ഡിസൈൻ ചെയ്തത് $280 million ഒരു പ്രൊജക്റ്റ് അവർ ചെയ്തിരുന്നത്. അപ്പം ആ പ്രൊജക്റ്റിൽ ഇതാണ് ഞങ്ങൾ 20,000 rupees ഫുൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്താണെങ്കിൽ ഇൻഡിവിജ്വലായിട്ടൊരു കൺട്രോളിംഗ് സിസ്റ്റം വേണമായിരുന്നു. ഇത് ഞങ്ങൾ സിസ്റ്റം വേണ്ട. അതാണ് എൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ചെയ്തേക്കുന്നത്. കോസ്റ്റും വളരെ കുറച്ച് ചെയ്തേക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് അഖിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ഒരു ടൈം കൺസ്യൂമിങ് സിസ്റ്റമായിട്ട് തന്നെ നമുക്കിതിനെ ആക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എർത്ത് വേക്സ് ഉണ്ടാകുമ്പം പല കെട്ടിടങ്ങളാണ് ഇടിഞ്ഞു വീഴുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാ കെട്ടിടങ്ങളിലൊന്നും ഈ റെസ്ക്യൂവേഴ്സിനെ വിടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ആക്ച്വലായിട്ടുള്ള പൊസിഷൻസിൽ ആരൊക്കെ അല്ലെങ്കിൽ അവിടെ ഹ്യൂമൻസ് പ്രസൻസ് ഉണ്ടോ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തി കൂടുതൽ ആൾക്കാരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ. ഇതാണ് ഇതിനെപ്പറ്റി ഉള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു.